ഗോപാംഗനേ ആത്മാവിലേ സ്വരമുരളിയിലൊഴുകും സഗമ പനി സഗ മഗ സനി സ പനി മപ ഗമ പനി സനി പമ ഗമ പമഗ പമഗ സനി സ പ നി സ മഗ ആർക്ക് ഞാൻ ചാൻസ് തരണം ആദ്യം ചാടിക്കേറി പറയാൻ? എനിക്ക് ചില ആലോചിച്ച് പറയാം. ആയിക്കോട്ടെ, എനിക്ക് അയ്യോ ആധികാരികമായിട്ട് പറയാനുള്ള ആലോചിക്കാൻ സമയം തന്നെ. ആയിക്കോട്ടെ, എന്നാ ബക്ര ചേട്ടന് തുടങ്ങാന്ന്.
അപ്പൊ ഒരു ആധികാരികത ഇല്ലായിരിക്കും. അല്ല അങ്ങനെയല്ല, പകർച്ചേട്ടൻ ആകുമ്പോഴത്തേക്കും ഒന്നുകൂടെ വേഗം വരാൻ തോന്നുമല്ലോ, അപ്പൊ അതുകൊണ്ടാ അല്ല പറഞ്ഞു. മോള് ഗംഭീരായി. താങ്ക് യു. മോളിവിടെ 3 കാര്യങ്ങളാണ് ചെയ്തത്. 3ഉം സംഗീതത്തിൽ ഊന്നിയ കാര്യമാണെങ്കിലും എന്നാൽ അതിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് വർക്ക് ചെയ്യാനായിട്ട്. അതുമാത്രമല്ല മോളെടുത്ത പാട്ടുകളും പെർഫോമൻസ് എല്ലാം അതുപോലെ തന്നെ അതെ. ഭയങ്കര ഡിഫിക്കൽട്ടാണ് പാടി ഫലിപ്പിക്കുക എന്ന് പറയുന്നത്. കാരണം ഒരാളെ ലാസ്റ്റ് ആലോചിച്ച പറയാമെന്ന് പറഞ്ഞേക്ക് മിണ്ടാൻ പാടില്ല. ആധികാരികമായിട്ട് ലാസ്റ്റ് പറഞ്ഞാൽ പാട്ട് പാടാൻ മൈക്ക് എടുത്തിട്ട് വയലിനിസ്റ്റും മറ്റേ കസുവിന്റെ ആളും കൂടെ ഉണ്ടെങ്കിലും ഇത് പാടാൻ ബുദ്ധിമുട്ടാണ് അല്ലേ ഷായറെ? അതാണ് മോള് 3ഉം കൂടെ ഒന്നിച്ച് ചെയ്തിരിക്കുന്നത്. മോള് എക്സ്ട്രാ ഓർഡിനറി ആണ്, മൾട്ടിപ്പിൾ ടാലന്റ് ആണ്. Well done, my boy. Those English words are fabulous. Yes. താങ്ക് യു യുവർ ഓണർ. ആധികാരികം ഇടയ്ക്കിരുന്ന് ആലോചിച്ചോണ്ടിരിക്കുക എന്ത് പറയുന്നുള്ളത്. ശരി ഷാജി ചേട്ടാ, സൂപ്പർ ആയിരുന്നു. താങ്ക് യു. സൂപ്പർ ആയിരുന്നു. കാരണം ഇതെന്താണ്, ഇത് ഒരു കാര്യം തന്നെ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. കാര്യം ഒരു കാര്യത്തിൽ തന്നെ ആർക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലായില്ല. കാര്യം ഒരുപാട് നമ്മുടെ കയ്യിൽ മൊബൈല് അതുപോലുള്ള ഒരുപാട് ടെക്നോളജി ഒരുപാട് വളർന്നതോടുകൂടി ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പലർക്കും ഇപ്പോൾ പറ്റാത്തൊരു സമയമാണ്. ആ സമയത്താണ് മോള് മ്യൂസിക്കിൽ അത് 3ഉം ഒരേ സമയത്ത് 3ഉം ഒന്നിനെ പോലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തത്ര രീതിയിൽ മനോഹരമായിട്ട് 3ഉം മോള് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും മോളെ ഇങ്ങനൊരു കാര്യം സെലക്ട് ചെയ്തതിനും അതിൽ മോളെ ഇങ്ങനെ ഇത്രയധികം സപ്പോർട്ട് നിൽക്കുന്ന മോളുടെ മാസ്റ്റേഴ്സിനോടും അതുപോലെ തന്നെ മോളുടെ പേരൻസിനോടും മോളുടെ ഫാമിലിക്കും എല്ലാം ഒരു വലിയ ക്ലാപ്സ് ഞങ്ങൾ പറഞ്ഞപ്പം എനിക്കൊരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യാനുണ്ട്. അതായത് മാസ്റ്ററിന് താങ്ക്സ് പറഞ്ഞു, ഫാമിലിക്കും താങ്ക്സ് പറഞ്ഞില്ലേ? ഇനി ഫാമിലി ആരാന്ന് അറിയണോ? അവരുടെ ഫാമിലി മൊത്തം തന്നെ ഒരു ഷോ ചെയ്യാൻ പറ്റിയ ടീമുകളാണുള്ളത് അല്ലേ? ശ്രീലക്ഷ്മി, അച്ഛൻ, പിന്നെ അമ്മ, ബ്രദർ, സിസ്റ്റേഴ്സ് ആണ്, ട്വിൻ സിസ്റ്റേഴ്സ് ആണ്. ഇവരെല്ലാരും നിങ്ങൾ എന്താണ്, പാട്ടാണോ അതോ ഇതുപോലെ തന്നെ എല്ലാ കലയിലും വായിക്കുന്നു? നമുക്ക് അവരെ ഒന്ന് ആദ്യം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇതാണ് ശ്രീലക്ഷ്മിയുടെ ഫാമിലി എന്ന് പറയുന്നത്. ഫാദറിന്റെ പേര് വിഘ്നേശ്വരൻ. ഓക്കെ, എവിടെ നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? നെടുമങ്ങാട് ആണ്. ഓക്കെ, മാമിന്റെ പേരും കൂടെ ഒന്ന്. യെസ്, സിനി. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ ഈ ഫാമിലി ആയിട്ട് എന്തായാലും ഷോയിനൊക്കെ പോകുന്നു എന്നുള്ളത് അറിഞ്ഞു. അപ്പം രണ്ടുപേര് വോക്കൽസ്, ബാക്കിയുള്ള ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെയാണോ അതോ നിങ്ങൾ എല്ലാവരും ഇൻസ്ട്രുമെന്റ്സ് ആണോ പ്ലേ ചെയ്യുന്നത്? മോൻ കീബോർഡ് വായിക്കും. ആണ്. മോന്റെ പേരെങ്ങനെയാ? വൈഷ്ണവ്. ഓക്കെ. മൃദംഗം, തബല 3 ഇൻസ്ട്രുമെന്റ്സ് വായിക്കും, പാടുകയും ചെയ്യും. അടിപൊളി. ഓക്കെ. മക്കള് പാട്ട് പാടും, പിന്നെ ഹാർമോണിയം വായിക്കും. രണ്ടുപേരും ഹാർമോണിയം വയലിനും വായിക്കും. സൂപ്പർ. അവരുടെ പേരെങ്ങനെയാ? ശ്രീധന്യ, ശ്രീനന്ദന. അടിപൊളി, കൊള്ളാം. നല്ല അടിപൊളി ഫാമിലി അല്ലേ? അടിപൊളി, നല്ല ഐശ്വര്യമുള്ള നല്ല കലക്കം ഫാമിലി. അല്ല, അങ്ങ് എന്താണ് ചെയ്യുന്നത്? പാട്ടാണോ അതോ? പാട്ടാണോന്ന് ചോദിക്കേണ്ട കാര്യം. പാട്ട് പാടും, ഫിഗറിൽ തന്നെ ഹാർമോണിയം വായിക്കും. പിന്നെ മോള് സ്റ്റേറ്റ് വിന്നറാണ്, വീണ. വീണ വായിക്കും, ഹാർമോണിയം, കീബോർഡ് എല്ലാം വായിക്കും. നല്ല കാര്യം. ഈ പിന്നെ കോസ്റ്റ്യൂമിൽ മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്നതാണ്, ഏറ്റവും ഇഷ്ടമുള്ള ഗായകൻ ആരാണ്? ശരിക്കും ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോ തന്നെ ആ കോസ്റ്റ്യൂമിൽ തന്നെ മനസ്സിലാവും. ശരി, ഇനി നമുക്ക് ഒരാളും കൂടെ ഇവിടെ ശ്രീലക്ഷ്മിയെ പറ്റി പറയാനുണ്ട്, ആധികാരികമായിട്ട് പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. യെസ് ജാഫർക്ക, പറഞ്ഞോ. ഫാമിലി മൊത്തത്തോടെ തന്നിരിക്കുകയാണ്, എന്താണ് ഇക്കയ്ക്ക് പറയാനുള്ളത്? ഒരു ഗംഭീര പെർഫോമൻസ് ആയി. ഉള്ള കാര്യം കൂടെ പറയാം. ഇത് 2-3 ഐറ്റംസ് ഒക്കെ കൂടെ എടുത്തു വെച്ച് ചുമ്മാ ഇത് എടുക്കാൻ. എനിക്ക് ഈ ഓടക്കുള്ളെന്ന് പറയുന്ന സാധനമല്ലേ, ഫ്ലൂട്ട്, ഈ സാധനം എനിക്ക് ഭയങ്കര പേടിയായി. ഈ ഓർക്കസ്ട്രയില് നമ്മൾ ലൈവ് ഓർക്കസ്ട്ര നടക്കൂലേ, അപ്പൊ ഈ ഇതേലൊക്കെ തൊട്ടാൽ എങ്ങനെയെങ്കിലും ഒക്കെ ഒച്ച വെക്കും. ഇതേലെ അല്ല, ഫ്ലൂട്ട് അങ്ങനെയല്ല, തബല ഏതാണേലും ഒന്ന് താളം തെറ്റിയാലും എന്തേലും ഒപ്പിക്കാം. ഇതിങ്ങനെ ഇരിക്കും. ഫ്ലൂട്ട് വായിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഇരുന്ന കറക്റ്റ് ടൈമില് അവരാ കുഴല് വരെ നോക്കൂല. 10-20 കുഴലൂടെ ഇരിപ്പുണ്ട്. അവർക്കറിയാം. അതും എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഓരോറ്റ ഊത്ത ആ തുളയൊന്ന് മാറിപ്പോയാ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പേസ് മാറി ഒച്ച കേട്ട് കഴിഞ്ഞാൽ അല്ല, അത് ഭയങ്കര എനിക്ക് ആ ഒരു സാധനത്തിന് ഭയങ്കര പേടിയാണ്. അത് ഞാൻ ആദ്യമായിട്ടോ അത് അതിന്റെ ഒച്ച കേൾക്കുന്നത് ആദ്യമായിട്ട് കാണുന്ന. ഞാനും ആദ്യമായിട്ടാണ് അത് കേട്ടിട്ടുണ്ട്. ഈ സാധനവും ആദ്യമായിട്ട് കാണുക, ഓലപ്പീപ്പി പോലെ കണ്ടായിരിക്കുന്നത്. അപ്പൊ അതും പിന്നെ അതിന്റെ പെർഫോമൻസും കാണുന്നത്. സാറ് കണ്ടിട്ടുണ്ടോ? അതെങ്ങനെയാണ്? അത് നമ്മൾ എയറിലാണോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ ശ്രുതി? എയറിലാണ്. അതൊരു സൗണ്ട്, ഒരു നോയ്സ് ഉണ്ടാകും. ആ നോയ്സിന് നമ്മൾ ബാലൻസ് ചെയ്യുമല്ലേ. എന്തായാലും ഉഗ്ര ഒരു ഇൻസ്ട്രുമെന്റ്സ് ആകും. എന്നിട്ട് അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഫാമിലി, സന്തോഷമായിട്ടുള്ള ഒരു ഫാമിലി.
എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ. പിന്നെ കുഞ്ഞുങ്ങളെ ട്വിൻസ് നീ അടുത്ത സ്റ്റേജിൽ വരുമ്പോ ഇതിലും ചേച്ചിനെ പൊട്ടിക്കുന്ന രീതിയിലുള്ള 4 ഇൻസ്ട്രുമെന്റ്സുമായിട്ടായിരിക്കണം നിങ്ങൾ വരുന്നത്. 4 പോരാ 8. 4 പോരാ, 6 3 6 ഒരാളുണ്ട് കീബോർഡ് വായിക്കുന്ന ഒരാളും ഉണ്ട്. മൊത്തം 6 ഇൻസ്ട്രുമെന്റ്സുമായിട്ട് വേണം നിങ്ങൾ വരാൻ. അതുപോലെ തന്നെ അടുത്ത അവിടെ വരുമ്പോ ഇവര് മൊത്തത്തോടെ വന്ന് പെർഫോം ചെയ്യും കേട്ടോ. ശ്രീധന്യൻ ശ്രീനന്ദയും അല്ലേ? ഒരു ഫാമിലി ബാൻഡ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും മാസ്റ്റേഴ്സ് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് നമുക്ക് ആ സ്റ്റാർസ് കൊടുത്താലോ. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ എത്ര റേറ്റിംഗ് ആണ് ഇനി ശ്രീലക്ഷ്മിക്ക് ഈ ഒരു പെർഫോമൻസിന് ലഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അത് അനൗൺസ് ചെയ്യുന്നത് ആഘോഷങ്ങളുടെ രാജാവ് ആഘോഷ് കുമാർ. ആഘോഷ് കുമാർ നമ്മൾ ആധികാരികമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ആഘോഷ് കുമാർ വേദിയിൽ വന്ന് നമ്മളെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. സ്ലോ മോഷൻ ഞങ്ങൾ ഇട്ടോളാം, വന്നോളൂ. എത്രയാണ് അവരവിടുന്ന് പറഞ്ഞു വിട്ട നക്ഷത്രങ്ങൾ? എനിക്കിപ്പോ ഒരു പ്രയാസം. അയ്യോ എന്നാ? ഇവര് 6 പേരുണ്ട്, നമ്മുടെ കയ്യിൽ 5 എണ്ണം ഉള്ളൂ. അല്ല ഇവര് ഇനിയും വരും. ആണോ? 5 എണ്ണം കൊടുത്തേ. അടിപൊളി. 5 stars ആണ് ഈ ഫാമിലിക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ സ്പെഷ്യലി ശ്രീലക്ഷ്മിയുടെ പെർഫോമൻസിനാണ് 5 സ്റ്റാർ. കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ തരട്ടെ? ചേച്ചിക്ക് 5 സ്റ്റാർ കിട്ടി. യെസ്, അപ്പൊ ശ്രീലക്ഷ്മി കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ വന്നു. നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ശ്രീലക്ഷ്മിക്ക് ലഭിക്കുന്നു കോമഡി മാസ്റ്റേഴ്സിന്റെ 5 സ്റ്റാർ എന്ന ലേബൽ. കൺഗ്രാറ്റുലേഷൻസ്. ഹിയർ വി ഗോ ഫോർ ദി 5 സ്റ്റാർ ആർട്ടിസ്റ്റ്. ഒന്നുകൂടെ നമുക്ക് സന്തോഷം അടിപൊളിയാക്കാം. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ടും ഉണ്ട്. കളറുണ്ടാ